ഇന്നത്തെ പരിപാടിയുടെ ചീഫ് ഗസ്റ്റായ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആൻഡ് സോണൽ മാനേജർ ഓഫ് ബാങ്ക് ഓഫ് ഇന്ത്യ മിസ്റ്റർ MRC മൂർത്തി, പ്രസിഡന്റ് ഓഫ് ദി മർച്ചന്റ് അസോസിയേഷൻ മിസ്റ്റർ S ദിവാകരൻ പിള്ളൈ, പ്രസിഡന്റ് ഓഫ് ബോയ്സ് ക്ലബ് മോഹൻ, മൈ ഫ്രണ്ട് ഡോക്ടർ രാധാകൃഷ്ണൻ, പ്രിയപ്പെട്ട പറവൂരിലെ നിവാസികളെ, ആദ്യമായിട്ട് എനിക്ക് ഇന്ന് ഇവിടെ വരാനും നിങ്ങളോട് 1 മണിക്കൂർ സംസാരിക്കാനും അവസരമുണ്ടാക്കി തന്ന ബോയ്സ് ക്ലബ് ഭാരവാഹികളോടും ഇവിടുത്തെ PTMA അസോസിയേഷന്റെ ഭാരവാഹികളോടും എനിക്കുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇങ്ങനെ ഒരു പരിപാടിയിൽ ആദ്യം ഞാൻ മലയാളത്തിൽ കൂടുതൽ സംസാരിച്ച് എനിക്ക് ഇവിടുന്ന് പഠിച്ചതാണെങ്കിലും കഴിഞ്ഞ 35-40 വർഷമായിട്ട് കൂടുതലും പ്രഭാഷണങ്ങൾ ഞാൻ ഇംഗ്ലീഷാണ് കൊടുത്തിരിക്കുന്നത്. എന്നാലും ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അത് ആദ്യമേ തന്നെ എനിക്കത് വരാൻ പറ്റില്ല എന്ന് പറയാൻ സാധിക്കില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രൊഫഷനിൽ ഇത്രയും നാളും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എൻ്റെ അനുഭവങ്ങൾ നേരിട്ട് പൊതുജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സ്റ്റേജിൽ ഉള്ള രീതി ഞാനിപ്പോൾ എത്തിക്കഴിഞ്ഞു. അത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ സമൂഹത്തിനോട് ചെയ്യുന്ന വളരെ ഒരു തെറ്റാണെന്ന്. എന്തായിരുന്നാൽ ഏത് ഡോക്ടറായാലും അവര് തുടക്കത്തിലെ എപ്പോഴും രോഗികളില്ലെങ്കിൽ ഒരു ഡോക്ടർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എല്ലാവരും രോഗികളെ ചികിത്സിച്ച രോഗികളാണ് നമ്മളെ ഒരേ നിലയിലാക്കി തീർക്കുന്നത്. അപ്പോൾ സീനിയോറിറ്റിയുള്ള ഡോക്ടേഴ്സ് അവരുടെ എക്സ്പീരിയൻസ് മറ്റുള്ള രോഗികൾക്ക് പറഞ്ഞ് അത് കൊളോക്കിയലായിട്ടുള്ള ഒരു ലാംഗ്വേജിൽ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ ചെയ്താൽ മാത്രമേ നമ്മുടെ പ്രൊഫഷണലുകളെ ഷോയിങ് സിൻസിയറിറ്റി ഓർ പ്രൊഫഷൻ അതാണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി തന്ന ഇതിന്റെ ഭാരവാഹികളോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ഹൃദ്രോഗം ഇപ്പോൾ ഒരു പ്ലേഗ് പോലെയാണ് ലോകത്തിൽ എല്ലായിടത്തും ഉള്ളത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഞാൻ ഒരു 30-35 വർഷം മുമ്പ് ഹൃദ്രോഗ ശസ്ത്രക്രിയക്ക് ട്രെയിനിങ്ങിൽ വെല്ലൂര് ജോയിൻ ചെയ്യുമ്പോൾ ഒരു ഹൃദ്രോഗത്തിന് ഓപ്പറേഷൻ കഴിഞ്ഞ രോഗി ഓപ്പറേഷൻ കഴിഞ്ഞ് ജീവിക്കുന്ന ഒരു വലിയ ന്യൂസ് ആയിരുന്നു അന്ന്. ഒരാൾ സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും വലിയ സന്തോഷമാണ്. എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കോംപ്ലിക്കേഷൻസ് എല്ലാം വളരെ കൂടുതലാണ്. എന്നാൽ ഇപ്പോൾ 30 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ ഒരു ഹൃദ്രോഗത്തിന്റെ ഹൃദയത്തിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ രോഗി മരിക്കുക എന്ന് പറയുന്നത് അത്രയും വലിയ ന്യൂസാണ്. അപ്പൊ ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഹൃദ്രോഗത്തിന്റെ ശസ്ത്രക്രിയയും മറ്റെല്ലാ ചികിത്സകളും അത്രയധികം അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ചികിത്സിക്കാവുന്നതാണ്, ഒരു വിധത്തിൽ അത് സുഖപ്പെടുത്താവുന്നതാണ്. അതിനുള്ള കഴിവുള്ള ഡോക്ടേഴ്സും വലിയ ആശുപത്രികളും അത് കണ്ടുപിടിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലുമുണ്ട്, മറ്റെല്ലാ സ്റ്റേറ്റിലും വളരെയധികം അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് പണ്ടത്തെ ഒരു സേയിങ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഇത്രയെല്ലാം സംഗതികൾ ഉണ്ടായാലും ഹൃദ്രോഗം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ. ഇപ്പോൾ ലോകത്തിൽ നമ്മൾ രോഗികൾ മരിക്കുന്നത് ഇപ്പോൾ ആക്സിഡന്റ്, ട്രോമ, പിന്നെ ക്യാൻസർ, ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാലും ഹൃദ്രോഗത്തിൽ മരിക്കുന്ന രോഗികളുടെ എണ്ണം അതിലെല്ലാം കൂടുതലാണ്. ഇത്രയെല്ലാം നമ്മൾ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഹൃദ്രോഗത്തിന്റെ ഇംഗ്ലീഷിൽ പറയുന്ന സ്ക്രാച്ച് ഓൺലി ദി ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്, വളരെ കുറച്ച് മാത്രമേ നമുക്ക് ഈ അസുഖത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അത് ഞാൻ ഇനി കാണിക്കുന്ന ഈ സ്ലൈഡുകളിൽ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഞാൻ എന്താണ് എന്റെ ഈ ടോക്കിൽ ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് ഹൃദയത്തിനെ കുറിച്ച് നമ്മൾ എന്താണ് ഹൃദയം എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്, അതിന് എന്തെല്ലാം വാൽവുകളുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതിന് ശേഷം ഏതെല്ലാം രീതിയിൽ ഹൃദയരോഗം നമ്മളെ അഫക്റ്റ് ചെയ്യും, അതെങ്ങനെ നമുക്ക് ചികിത്സിക്കാം. പിന്നെ വേറെ ഒരു സംഗതി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ സാധാരണ എല്ലാവരും ഇപ്പോൾ ഹൃദ്രോഗം ഒരു ആൾക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും അവന്റെ ജീവിതം അതോടെ കഴിഞ്ഞു, അവന് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു, അവന്റെ പരിപാടി കഴിഞ്ഞു എന്നുള്ളതാണ് സമൂഹം അവനെ കൺസിഡർ ചെയ്യുന്നത്. ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതോടെ ലൈഫ് തീർന്നു എന്നുള്ളതാണ് ഒരു പൊതുവായ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് കംപ്ലീറ്റ് മാറ്റണമെന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. അതായത് നമ്മളൊരു ഓപ്പറേഷൻ ചെയ്തൊരു രോഗി അത് ശരിയായിട്ട് അവന്റെ പ്രധാനമായിട്ടുള്ള ജോലിയിൽ തിരിച്ചു പോവുകയും ആ കുടുംബത്തിനെ
സാധാരണ ഒരു ഹൗസിലെ ബ്രെഡ് വിന്നർ ആയിരിക്കും ഈ അസുഖം വരുന്നത്. അത് വന്നു കഴിഞ്ഞാൽ അത് ചികിത്സിച്ച് ഓപ്പറേഷനോ ആൻജിയോപ്ലാസ്റ്റി മരുന്ന് കൊടുത്താലും ചികിത്സിച്ച് സുഖമാക്കി ഭേദപ്പെട്ടിട്ട് പഴയ രീതിയിൽ തന്നെ ജോലി ചെയ്ത് കുടുംബം നോക്കാനും പോറ്റാനും എല്ലാം ഉള്ള രീതിയിൽ അതിന് ശരിയായിട്ട് ഉള്ള ചികിത്സ കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്കതുകൊണ്ട് ആ രോഗിക്ക് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് പല രോഗികളും ഓപ്പറേഷൻ കഴിഞ്ഞാലും പിന്നെ ഞാനിപ്പോൾ ഒരു അഡ്വൈസ് കൊടുത്തു കഴിഞ്ഞാലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാവരും അവരുടെ ഭാര്യമാരും മക്കളും അത് ചെയ്യാൻ പാടില്ല, ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഇട്ടിട്ട് അവസാനം ഒരു സൈക്കാട്രിക് ഹെൽപ്പ് കൊണ്ട് പല കേസുകളിൽ വന്നിട്ട് മെന്റൽ പേഷ്യന്റ് ആകുമ്പോൾ അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല, ഒത്തിരി തെറ്റിദ്ധാരണകളുണ്ട്. എന്തെന്നാൽ ഇത് പറയാൻ കാരണം, ഇപ്പോ നമ്മൾ ഈ ഭൂമിയിൽ മനുഷ്യർ ജീവിക്കാൻ തുടങ്ങിയിട്ട് മില്യൺസ് ഓഫ് ഇയേഴ്സായി, കോടിക്കണക്കിന്. ഹൃദ്രോഗത്തിനുള്ള ഓപ്പറേഷനും ഇതെല്ലാം വന്നിട്ട് മേ ബി ഒരു 70-75 വർഷമായിട്ടുള്ളൂ. അതിനു മുമ്പ് മനുഷ്യർ ജീവിച്ചുമല്ലായിരുന്നത്. ഇത് ഇപ്പൊ കൂടുതൽ കണ്ടുപിടിക്കാനുള്ള അവസരങ്ങളും ഈ മെഡിസിൻ ഒത്തിരി അഡ്വാൻസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇപ്പൊ ഹൃദ്രോഗം ആണ് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും പണ്ട് ഹൃദ്രോഗം കൊണ്ട് ഒത്തിരി ആളുകൾ മരിച്ചിരുന്നു. അപ്പൊ അതൊരു വാസ്തവമായിട്ടുള്ള സംഗതിയാണ്. നമുക്ക് അതിനെ കംപ്ലീറ്റ് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ത് ചെയ്താലും. അപ്പൊ അതുകൊണ്ട് ഈ അസുഖം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് അതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകളെ കണ്ട് ചികിത്സ ചെയ്താൽ വളരെ ഒരു പരിധി വരെ ഇതിനെ പ്രിവെന്റ് ചെയ്യാനും പറ്റും. ഇതിന്റെ കോംപ്ലിക്കേഷൻ ഇല്ലാതെ ചെയ്യും. അതുപോലെ ചികിത്സ ഓപ്പറേഷൻ വേണ്ടവർക്ക് ഓപ്പറേഷൻ, ബൈപ്പാസ്, ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഉപകാരം കിട്ടുന്നുള്ളതാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് എന്റെ സ്ലൈഡിൽ ഞാൻ ഈ ഹൃദയത്തിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് മലയാളത്തിലാണ്. അപ്പോളജൈസ് ടു ഡോക്ടർ മിസ്റ്റർ മൂർത്തി ഫോർ പുട്ടിങ് സ്ലൈഡ്സ് ഇൻ മലയാളം. ഇതിപ്പോ ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഒരു മലയാളത്തിലൊരു സ്ലൈഡ്. അത് എന്റെ വൈഫ് കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് രാത്രി പകലിരുന്ന് സ്ലൈഡ് ഉണ്ടാക്കലായിരുന്നു ജോലി. ഞാൻ ഐ മീൻസ് താങ്ക് ഹെർ ഫോർ രാത്രിയും പകലും മുഴുവൻ ഇത് തന്നെയാണ്. അത് എന്തായാലും ഞാൻ മലയാളത്തിൽ തന്നെ സ്ലൈഡ് ഉണ്ടാക്കത്തുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഇത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് രാത്രി ഞാൻ കേസ് കഴിഞ്ഞ് വന്നാലും ഒരു 2 മണി 3 മണി വരെ ഇരുന്നിട്ട് ഈ സ്ലൈഡ് ഉണ്ടാക്കലായിരുന്നു ജോലി. അത് പുള്ളിക്കാരിയാണെങ്കിലും മലയാളത്തിൽ വലിയ പ്രാവീണ്യം ഇല്ലെങ്കിലും ഞാൻ കുറച്ച് ഹെൽപ്പ് ചെയ്ത് അങ്ങനെയാണ് ഈ സ്ലൈഡ് ഉണ്ടായത്. അതിലെന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ബട്ടൺ മൈക്കുണ്ടോ? അത് കുഴപ്പമില്ല. ഈ ഒരു ഹൃദയം ഒരു ദിവസം, നമ്മുടെ മനുഷ്യ ഹൃദയം ശരാശരി 1,00,000 പ്രാവശ്യമാണ് ബീറ്റ് ചെയ്യുന്നത് ഒരു ദിവസം. നമ്മളാരും അറിയുന്നില്ല. ഒരു ജീവിതകാലത്തിൽ 250 കോടി പ്രാവശ്യം ഒരു ഹൃദയം ഇടിക്കും. ഒരു ദിവസേന 7,500 ലിറ്റർ രക്തമാണ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹൃദയം. അത് ഒരു പ്രാവശ്യം പമ്പ് ചെയ്യുമ്പോൾ 60 ml കൂടുതൽ ബ്ലഡാണ് പമ്പ് ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിൽ രക്തധമനികൾ, ഹൃദയത്തിൽ പമ്പ് ചെയ്യുന്ന രക്തം നമ്മൾ ആർട്ടറികൾ രക്തധമനി കൂടെയാണ് ശരീരത്തിൽ മുഴുവൻ പോകുന്നത്. നമ്മളാരും അറിയുന്നില്ല. അത് 60,000 മൈൽ അല്ലെങ്കിൽ 96,000 കിലോമീറ്റർ ദൂരം വരും. ഇത് ഭൂമിയുടെ വ്യാസത്തിന്റെ ഇരട്ടിയാണ്. 20 സെക്കൻഡ് കൊണ്ട് ഇത്രയും രക്തം ഈ ദൂരം സഞ്ചരിക്കും. 20 സെക്കൻഡ് കൊണ്ട്, അതായത് 96,000 കിലോമീറ്റർ. 300 ഗ്രാം തൂക്കം വരുന്ന മുഷ്ടിയുടെ വലിപ്പമുള്ള അവയവം ആജീവനാന്തം വിശ്രമം നമ്മളാരും അറിയാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഹൃദയത്തിന്റെ ഹൃദയത്തിന് 4, ഇപ്പൊ നമ്മളെല്ലാവരും ജനറലായിട്ട് 4 അറകളുണ്ട്, 4 മേജറായിട്ടുള്ള വാൽവുണ്ട് ഹൃദയത്തിന്. അത് ഇപ്പോ അതിന്റെ ബ്ലൂ ആയിട്ട് കാണുന്ന സ്ഥലത്താണ് അശുദ്ധ രക്തം നമ്മുടെ ശരീരത്തിന്റെ വന്നിട്ട് അത് ലങ്സിൽ പോയിട്ട് നമ്മൾ ഓക്സിജനേറ്റ് ചെയ്തതിനു ശേഷം ശുദ്ധരക്തം ഹൃദയത്തിന്റെ ഇടത് ഭാഗത്തിൽ കൂടി ശരീരത്തിന്റെ മറ്റെല്ലാ ഭാഗത്തുകൂടെ പോകുന്നു. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന 4 വാൽവുണ്ട്. അതാണ് ആ പടത്തിൽ കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ. ഹൃദ്രോഗം ജനിക്കുമ്പോൾ കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഹൃദയം നമ്മൾ ഒരു 3 ആഴ്ച 4 ആഴ്ച ഹൃദയം ഉണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം ഹൃദയം വലുതായി ആ ഡെവലപ്മെന്റ് സമയത്ത് ഹൃദയത്തിൽ ചില അപാകതകളുണ്ടാകും. വാൽവുകൾക്ക് തടസ്സം വരാം, ഹോൾ വരാം, പിന്നെ അത് ജന്മന ഉണ്ടാകുന്ന അസുഖങ്ങൾ. പിന്നെ ഉള്ളത് ഹൃദയത്തിന്റെ വാൽവിനുണ്ടാകുന്ന തകരാറ്, പിന്നെ രക്തധമനിയിലുണ്ടാകുന്ന തടസ്സങ്ങൾ. അതാണ് ഇസ്കീമിക് ഹാർട്ട് ഡിസീസ്, നമ്മൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. 3ാമത് പറഞ്ഞിരിക്കുന്നത് ജന്മനാലുണ്ടാകുന്ന ഇതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഈ ഹൃദയത്തിന്റെ ഭിത്തികളിൽ ഇപ്പൊ വെൻട്രിക്കിളുണ്ട്, ഏട്രിയം എന്ന് പറയും. മോളിലെ അറയും താഴെ അറയും. മോളിലെ അറയിലുള്ളതാണ് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറയും, താഴെ അറയിലുള്ളത് വെൻട്രിക്കുലർ സെപ്റ്റം. പിന്നെ ബ്ലൂ ബേബി, കുട്ടികൾ ജനിക്കുമ്പോൾ ചിലപ്പോൾ നല്ല ബ്ലൂ കളറായിട്ട് ഓക്സിജൻ ബ്ലഡിൽ മിക്സ് ചെയ്യുന്നതുകൊണ്ട് പിന്നെ കുട്ടികളിൽ വരുന്നത്. അത് ഓരോ
ഭിത്തിയിലുണ്ടാകുന്ന സുഷിരങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആ മസിലിന്റെ അവിടെ ഒരു ഹോള് വന്നിട്ട് അതിൽ കൂടെ രക്തം മിക്സ് ചെയ്തിട്ട് അപ്പൊ കുട്ടികൾ ജനിക്കുമ്പോൾ സാധാരണ കുട്ടികൾ മുല പിടിക്കാതിരിക്കുക, ശ്വാസം മുട്ടലുണ്ടാകുക, ഛർദ്ദിക്കില്ല. പിന്നെ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ സാധാരണ ഇതിലുള്ള വളർച്ച ഉണ്ടാകാതിരിക്കുക, അതാണ് സാധാരണ വരുന്ന കുട്ടികൾ. അങ്ങനെയാണ് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് കണ്ടുപിടിക്കുന്നത്. ഇപ്പോ സ്കാൻ എല്ലാം പ്രഗ്നൻസിയിൽ തന്നെ സ്കാൻ ചെയ്യുന്നതുകൊണ്ട് മിക്കവാറും രോഗങ്ങളെല്ലാം ആ സ്കാനിൽ തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് കണ്ടുപിടിക്കാനും ചില കേസുകൾ അതിന് ചികിത്സ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ അത്രയധികം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൃദ്രോഗം ഉള്ള കുട്ടിയാണ് ഗർഭപാത്രത്തുള്ളതെന്ന് വെച്ചാൽ അത് ജനിക്കുമ്പോൾ തന്നെ അതിന് വേണ്ടിയുള്ള കാർഡിയോളജിസ്റ്റും അതിനുള്ള പീഡിയാട്രീഷ്യനും ഒക്കെ കുട്ടിയുടെ അടുത്ത് ഉണ്ടാകുന്ന രീതിയിലുള്ള ഏർപ്പാട് ചെയ്യാനുള്ള സജ്ജീകരണമുള്ള ആശുപത്രികളും ഫെസിലിറ്റീസും ഉണ്ട്. പിന്നെ വാൽവുകൾ എന്ന് വെച്ചാൽ അയോർട്ടിക് വാൽവ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ മറ്റുള്ള ഭാഗത്തിൽ അയോർട്ടയിൽ തുടങ്ങുന്ന വാൽവ് അടപ്പ്, പിന്നെ പൾമണറി വാൽവ് ലങ്സിലോട്ട് പോകുന്ന വാൽവിന് അടപ്പുണ്ടാകും. അതാണ് പൾമണറി സ്റ്റെനോസിസ് എന്ന് പറയും. ഇതാണ് ബ്ലൂ ബേബി. ബ്ലൂ ബേബിയിൽ നമുക്ക് രക്തം അശുദ്ധരക്തവും ശുദ്ധരക്തവും കൂടി മിക്സ് ചെയ്തിട്ട് ലങ്സിൽ പോയിട്ട് അത് ശരീരത്തിന്റെ മറ്റെല്ലാ ഭാഗങ്ങളിലോട്ടും പോകുന്നു. കുട്ടി ജനിക്കുമ്പോൾ കയ്യിലും കാലിലും. പിന്നെ ഇതിനിപ്പോ ചികിത്സ ഇത് മരുന്നുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കുട്ടികളിലുണ്ടാകുന്ന അസുഖം മരുന്ന് കൊണ്ട് സാധാരണ ചെയ്യാൻ പറ്റില്ല. എല്ലാം ഒന്നിലെ നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുന്ന പോലെ ട്യൂബ് വെച്ചിട്ട് അത് ചികിത്സിക്കുന്ന മെത്തേഡ് ഉണ്ട്. അതിപ്പോ ഒരു 4-5 വർഷമായിട്ടുള്ള വളരെ വളരെ അഡ്വാൻസ്ഡ് ആണ്. മേജർ ഓപ്പറേഷൻ ചെയ്യാതെ ഒരു പകുതി അസുഖങ്ങളും നമുക്ക് അങ്ങനെ ചെയ്ത് തീർക്കാൻ സാധിക്കും. ഇതാണ് ഇപ്പൊ ഒരു ട്രാൻസ് കത്തീറ്റർ. ഇപ്പൊ നമ്മളൊരു ട്യൂബ് വെച്ചിട്ട് ഹൃദയത്തിന്റെ വെൻട്രിക്കുലർ സെപ്റ്റൽ താഴെ അറയിലുള്ള ഒരു ഹോൾ അടയ്ക്കുക. അതാ കാണുന്ന അതാണ് ഹോള്. അത് അടയ്ക്കാനായിട്ടുള്ള ഇതാണ് ഞാൻ കാണുന്നത്. ഒരു അനിമേഷനാണത്, കമ്പ്യൂട്ടർ അനിമേഷൻ. അതാണ് ശരിയായിട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് അത് നമ്മുടെ തുടയുടെ അവിടെ നിന്ന് ഒരു സൂചി വെച്ചിട്ട് ഒരു ട്യൂബ് ഹൃദയത്തിന്റെ അകത്ത് കയറ്റിയതിന് ശേഷം ആ രണ്ട് സൈഡിലും ഇത് വൈറ്റ് കളറിൽ കാണുന്നത് ഒന്ന് വാൽവുകളാണ്. ഒന്ന് ട്രൈക്രസ്പിഡ് വാൽവ്, മൈട്രൽ വാൽവ്. ആ രണ്ട് ഭിത്തികളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം കുട്ടികളെ ചെറിയ മയക്കം കൊടുത്തിട്ട് ഈ കാലിന്റെ ഇടയിൽ ഒരു സൂചി വെച്ചിട്ട് മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് 2 ദിവസം കഴിയുമ്പോൾ വീട്ടിൽ പോകാം. പണ്ട് ഇങ്ങനത്തെ എല്ലാം ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത് ആണ് കറക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് എല്ലാ ഹോളുകളും ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ 2 തുടയിൽ നിന്നും ഇങ്ങനെ കത്തീറ്റർ കാണുന്നതാണ് കാണിക്കുന്നത്. ഹൃദയത്തിന്റെ അകത്തോട്ട് പോകുന്നു. ഇനിയിപ്പോ അത് ഒരു ട്യൂബ് വന്നിട്ട് ആ ട്യൂബ് ഒരു അംബ്രല്ല പോലത്തെ ഒരു ഡിവൈസ് വെച്ചിട്ട് അത് ക്ലോസ് ചെയ്യുന്നു. സാധാരണ രീതിയിൽ ഒരു മണിക്കൂർ എടുക്കും ഇത് ചെയ്യാനായിട്ട്. അപ്പൊ കുട്ടി ചെറിയ കൊച്ചുകുട്ടികളാവുമ്പോൾ സാധാരണ ബോധം കെടുത്തിട്ട് ചെയ്യാറുള്ളൂ. ഇതിപ്പോ അംബ്രല്ല ഡിവൈസ് അതിൽ കൂടെ നമ്മൾ ട്യൂബിന്റെ അകത്തോട്ട് വരുന്നതാണ് പിക്ചറിൽ കാണുന്നത്. അത് 2 സൈഡിലും ഒരു അംബ്രല്ല വന്നിട്ട് നടുക്ക് അങ്ങനെ ഫിക്സ് ആകും. അപ്പൊ ഹോള് കംപ്ലീറ്റ് ക്ലോസ് ആകും. ഇത് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു കാർഡിയോളജിസ്റ്റ് മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ അത് അടഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ ട്യൂബ് എടുക്കും. പിന്നെ ഇതാണ് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു കത്തീറ്റർ ഇന്റർവെൻഷൻ. നമ്മളിപ്പോൾ ഒരു രോഗി ഈ ഇടത് ഭാഗത്ത് കാണുന്ന ഇതിൽ നമുക്ക് കാണാം. ഇപ്പൊ അതിൽ ഡൈ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഒരു ഹൃദയത്തിന്റെ അകത്തോടെ ഹോളിൽ കൂടെ മറ്റേ വെൻട്രിക്കിളുടെ അകത്തോട്ട് പോകുന്നു. വലത് ഭാഗത്ത് കാണുന്നത് അതിങ്ങനെ അടച്ചിരിക്കുന്ന ഒരു ഡിവൈസ് കൊണ്ട്, ഒരു അംബ്രല്ല ഡിവൈസ് കൊണ്ട് അടച്ചിരിക്കുന്നതാണ്. അടച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്ലഡ് ലീക്ക് ചെയ്ത് പോകുന്നില്ല. ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ കാണാൻ പറ്റും കേട്ടോ. കുറച്ച് ലൈറ്റ്സ് ഓഫ് ചെയ്യണമെങ്കിൽ. നെക്സ്റ്റ് പിന്നെ ഈ മഹാധമനിയിൽ ബ്ലോക്കുള്ള ഒരു കുട്ടിയുടെ ഇതാണ് അവിടെ ഇങ്ങനെ അടഞ്ഞിരിക്കുന്ന കാണാം. നമ്മൾ മുകളിൽ കണ്ടാൽ അത് നമ്മളൊരു ട്യൂബ് വെച്ചിട്ട് അതവിടെ അടഞ്ഞിരിക്കുന്ന ഭാഗം.
മഹാധമനി, അതൊരു അയോർട്ട എന്ന് പറയും, കൊയാർട്ടേഷൻ ഓഫ് അയോർട്ട എന്ന് പറയുന്നത്. അതിന് വലതു ഭാഗത്ത് കാണുന്ന അതൊരു സ്റ്റെന്റ് വെച്ചിട്ട്, ഒരു മെറ്റൽ സ്റ്റെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മെറ്റൽ സ്റ്റെന്റ് വെച്ചിട്ട് അത് വലുതാക്കിയിട്ട് സാധാരണ രീതിയിൽ. അപ്പൊ അങ്ങനെയുള്ള അസുഖത്തിന് ശരീരത്തിന്റെ താഴോട്ടുള്ള രക്തസംക്രമണം കുറഞ്ഞിരിക്കും. ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് പ്രോബ്ലം ഉണ്ടാവും, നടക്കാനും ബുദ്ധിമുട്ടുണ്ടാവും, ചിലപ്പോൾ ബ്ലഡ് പ്രഷർ കൂടുതലാവും. അപ്പോൾ ഈ ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള അസുഖം വന്ന കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ ഈ ബ്ലഡ് പ്രഷറുള്ള ഭാവിയിൽ ബ്ലഡ് പ്രഷർ ഉണ്ടാകാൻ സാധ്യതയുള്ളവരുണ്ട്. ചിലപ്പോൾ അത് മിസ് ചെയ്ത് കഴിഞ്ഞിട്ട് 10-20 വർഷം കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഉണ്ടാകുന്ന തകരാറുകൾ വാൽവിന്റെ, ഹൃദയത്തിന്റെ വാൽവുകൾക്കുണ്ടാകുന്ന ലീക്ക്, ചോർച്ച, അല്ലെങ്കിൽ അതായത് സാധാരണ വാൽവ് അടഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് തിരിച്ച് നമുക്ക് പോകാൻ പറ്റില്ല. ഒരു വൺ വേ വാൽവാണ് ഹൃദയത്തിലുള്ള എല്ലാ 4 വാൽവും. അത് സാധാരണ ആയിട്ട് വരുന്നത് ഇത് ഈ റൊമാറ്റിക് ഫീവർ, നമ്മൾ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ തൊണ്ടവേദന വന്നു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ അത് പനിയും വന്ന് നമ്മളത് ചികിത്സിക്കാതിരുന്നാൽ പിന്നീട് അത് ജോയിന്റിന് വേദന വന്ന് അത് ഹാർട്ടിനെ അത് ബാധിക്കുന്നതാണ്. അതിന് പത്തോളജി ബുക്സിൽ പറയുന്നത് ലിക്സ് ദ ജോയിന്റ്സ് ആൻഡ് ബൈറ്റ്സ് ദ ഹാർട്ട് എന്ന് പറഞ്ഞു, റൊമാറ്റിക് ഫീവർ. ഇപ്പൊ കുട്ടികൾക്ക് നമ്മൾ തൊണ്ടവേദനയും പനിയും വന്നാൽ അതിനെ കാര്യമായിട്ട് നോക്കാതിരുന്നാൽ ഭാവിയിൽ അത് ഹൃദയത്തിനെ അഫക്ട് ചെയ്യാം. ഇപ്പോ ഈ അസുഖം വളരെയധികം കൂടുതലുണ്ടായിരുന്നു 10-25 വർഷം പോലെ. അപ്പൊ ഇപ്പോ നമ്മുടെ ഹോസ്പിറ്റൽസ് ഒക്കെ ധാരാളം ഉള്ളതുകൊണ്ടും